പന്ത് കൈവശം വെക്കുന്ന സമയം വർദ്ധിപ്പിക്കുക, മിഡ്ഫീൽഡിലേക്ക് കളി നിർമ്മിക്കുക, അനാവശ്യ ലോങ് ബോളുകൾ ഒഴിവാക്കുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മിഡ്ഫീൽഡിൽ പൊസിഷൻ ഡിസിപ്ലിനും ഡിഫൻസിൽ നിന്ന് അറ്റാക്കിലേക്കുള്ള സ്മൂത്ത് ട്രാൻസിഷനിലും വ്യക്തമായ പുരോഗതി കാണാൻ സാധിച്ചു. സാബി അലോൻസോയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് യുവതാരങ്ങളിലേക്കുള്ള വിശ്വാസമായിരുന്നു. അക്കാദമിയിൽ നിന്നുള്ളതോ അടുത്തിടെ ടീമിലെത്തിയതോ ആയ നിരവധി യുവതാരങ്ങൾക്ക് അദ്ദേഹം അവസരം നൽകി. ഇത് ദീർഘകാലത്തേക്ക് ക്ലബിന് ഗുണകരമാകുമെങ്കിലും തൽക്ഷണ വിജയങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന റയൽ മാഡ്രിഡ് സംസ്കാരത്തിൽ ഇത് ചില വിമർശനങ്ങൾക്ക് ഇടയാക്കി. ചെറിയ മത്സരങ്ങളിൽ സാബിക്ക് കീഴിൽ നിയന്ത്രണവും സർവാധിപത്യം ചെലുത്തുന്നതുമായ പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ നിർണായക മത്സരങ്ങളിൽ ഈ സ്ഥിരത നിലനിർത്തുന്നതിൽ താരങ്ങൾക്ക് സാധിക്കാതെ വന്നു. സീനിയർ താരങ്ങളും യുവതാരങ്ങളും തമ്മിൽ ഒരു സമതുലിതാവസ്ഥ സൃഷ്ടിക്കാൻ സാബി ശ്രമിച്ചു. എന്നാൽ റയൽ മാഡ്രിഡിൽ ആ അവസ്ഥക്ക് രൂപം പ്രാപിക്കാൻ സാബിക്ക് കഴിയാതെ വന്നു. റയലിന്റെ സൂപ്പർ താരങ്ങൾ ബെഞ്ചിലിരിക്കാൻ വിസമ്മതിച്ചു.